ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞാൻ അവിയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ടൊമാറ്റോ, ക്യാരറ്റ്, പൊട്ടറ്റോ, കായ, മുരിങ്ങയ്ക്ക, പയർ, കുറച്ച് ചക്കക്കുരു ഉണ്ട്, പിന്നെ അമരപ്പയർ, പച്ചമുളക്, സവാള, പിന്നെ ഈ കഴിവുന്ന കൂട്ടത്തിൽ ഞാൻ ചേന ഇട്ടിട്ടില്ല, അത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി നീളത്തിലരിഞ്ഞ് ഞാൻ അടുപ്പയിലോട്ട് ചേനയും കൂടെ ആഡ് ചെയ്ത് അടുപ്പയിലോട്ട് വെക്കുകയാണ്. അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. അത് മൂടി വെച്ച് കുറച്ച് നേരം നന്നായിട്ടിരുന്ന് വേവണം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ നാളികേരം ചീകിയത്, മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, പിന്നെ ഞാനിവിടെ കൊച്ചുള്ളിക്ക് പകരം അരമുറി സവാളയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു പച്ചമുളക് ഒരെണ്ണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് വേവണം കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇതിവിടെ നിന്ന് നന്നായിട്ട് വേവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോമിലാണ് അരപ്പ് അരച്ചെടുക്കുന്നത്. അധികം വെള്ളമില്ലാത്ത ഈ ഒരു ഫോമിലാണ് ഞാൻ അരപ്പ് അരച്ചെടുക്കുന്നത്. കണ്ടില്ലേ? നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാറില്ല. നല്ല രീതിയിലുണ്ട് യോജിപ്പിച്ച് കൊടുക്കും. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടി മൂടി വേവിക്കും. അരപ്പും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് വേവട്ടെ. ഞാൻ ഇതിനകത്ത് പുളിവെള്ളത്തിന് പകരം തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി ഒരു സ്പൂൺ തൈരും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ടൊന്നുകൂടെ വേവട്ടെ. മൂടി വെക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്ത് ഉടഞ്ഞിട്ടില്ല. ഇതിലേക്ക് നമുക്കിനി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അവയിലിവിടെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അവിയലിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ.